ഹായ് ഫ്രണ്ട്സ്, പനോളി കാർസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലോ ബഡ്ജറ്റിൽ കുറച്ച് വാഹനങ്ങളാണ് കാണിക്കുന്നത്. ഓൾട്ടോ 800 ഒരു 2 ലക്ഷം രൂപ ബഡ്ജറ്റൊക്കെ നോക്കുന്നവർക്ക് ഓൾട്ടോ 800 സ്റ്റോക്ക് ഉണ്ട്. 2015 മോഡൽ, അതേപോലെ 2019 മോഡൽ ഓൾട്ടോ 800 സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇനി അതേപോലെ ഇയോണ്, അങ്ങനെ കുറച്ച് ലോ ബഡ്ജറ്റ് ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപേൻ്റെ ഉള്ളിലുള്ള വണ്ടികളാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീട്ടിൽ കിടന്നാലും നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷനെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പിൻ്റെ എക്സാക്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വീട്ടിൽ കിടന്നാലോ. ആദ്യം ആൾട്ടോ 800ൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞോക്കെ. ഇത് 2015 മോഡലാട്ടോ. LXI ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. LXI ഓപ്ഷനിൽ വരുന്നതുകൊണ്ട് തന്നെ AC, പവർ സ്റ്റിയറിങ്, 2 ഡോറ് വിൻഡോ കാര്യങ്ങളൊക്കെയാണ് കമ്പനി ഇൻബിൽഡ് ആയിട്ട് ഒരു വാഹനത്തിന് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. എക്സ്റ്റീരിയർ സൈഡും കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഒരു നല്ല വൃത്തിക്ക് തന്നെയാണ് എക്സ്റ്റീരിയർ സൈഡും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇൻറ്റീരിയറിൻ്റെ സൈഡൊക്കെ നോക്കുമ്പോഴേ ഇൻറ്റീരിയർ സൈഡ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, നല്ലൊരു വൃത്തിക്ക് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ലെതർ ടൈപ്പ് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ. ബാക്കത്തെ ഒരു വ്യൂ ഒക്കെ നോക്കുമ്പോൾ ബാക്ക് സൈഡും കാര്യങ്ങളും കുഴപ്പമില്ല. 80,000 കിലോമീറ്റർ കേട്ടോ റൺ ചെയ്തിട്ടുള്ളത് വെഹിക്കിള്. ഇതിൻ്റെ സൈഡൊക്കെ നോക്കുമ്പോഴേ ലീക്ക് കാര്യങ്ങളില്ല. അതേപോലെ മെയിൻ ആപ്രോൺ സൈഡൊക്കെ നോക്കുമ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് വർക്കുകൾ എടുത്ത കാര്യങ്ങളൊന്നും ഇല്ല. ഒക്കെ എങ്ങനെ കമ്പനി അതേപോലെയാണേ. ഒരു 18 to 20 വരെയൊക്കെ മൈലേജും കിട്ടും കേട്ടോ വാഹനത്തിന്. നമ്മൾ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2,10,000 രൂപ കേട്ടോ. പ്രൈസിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി എടുക്കുന്ന കസ്റ്റമർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കോൺടാക്ട് ചെയ്തോളെ. ഇനി അതേപോലെ തന്നെ ഒരു 2019 മോഡൽ ഓൾട്ടോ 800 നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഈ ഡിസയർ വന്നിട്ടുള്ളത് ഇത് 2012 മോഡലാട്ടോ. 3rd ഓണർഷിപ്പിലുള്ള വാഹനമാണ്. എക്സ്റ്റീരിയറിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിക്കുള്ളത്. ഡീസൽ വേരിയൻ്റ് ആട്ടോ. സൈഡ് 4 ഭാഗം നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിക്കാട്ടുള്ളത്. ഈ കേട്ടോ ഒരു വാഹനത്തിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ ഇൻറ്റീരിയറിൻ്റെ സൈഡൊക്കെ നോക്കുമ്പോഴേ ആണ് ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇൻറ്റീരിയർ സൈഡ് കാര്യങ്ങൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെയാണുള്ളത്. അങ്ങനെ ഓവർ ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ബാക്കത്തെ ഒരു വ്യൂ ഒക്കെ നോക്കുമ്പോഴും ബാക്ക് സൈഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലേ. ഒരു 20+ മൈലേജ് ഒരു വാഹനത്തിന് ഡീസലായിട്ടുണ്ട് കേട്ടോ. എൻജിൻ സൈഡ് നോക്കുമ്പോഴേ ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല. മെയിൻ അപ്രോൺ സൈഡൊക്കെ നോക്കുമ്പോൾ ഒന്നും ആക്സിഡൻ്റ് ആയിട്ട് വർക്ക് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ബാറ്ററി ഇതിൻ്റെ നിർത്തിയിട്ടിട്ട് ബാറ്ററി ഡൗൺ ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാട്ടോ. ആ ബാറ്ററി ഇതിൽ കാണാത്തത്. ബോണറ്റും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കേട്ടോ. മേജറായുള്ള ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല കേട്ടോ. നല്ല എക്സ്റ്റീരിയർ ക്വാളിറ്റിയുള്ള വാഹനമാണ്. ഡീസലായതുകൊണ്ട് മൈലേജും ഉണ്ടാവും. നമ്മൾ വില എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2,85,000 രൂപയാണ്. 2012 മോഡൽ VD ഓപ്ഷൻ വാഹനം കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയാലും ഒരു കോൺടാക്ട് ചെയ്തോളൂ. നല്ലൊരു ഡിസൈറൊക്കെ നോക്കുന്നവർ ഈ ഒരു വാഹനം മിസ് ചെയ്യേണ്ടേ. ബഡ്ജറ്റിലേ ഓടിച്ച് പഠിക്കാനും അതേപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓട്ടങ്ങൾക്കും കൊണ്ടുനടക്കാൻ പറ്റി ഒരു മോഡൽ കൂടി, അത് ACയും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു മാരുതി 800 നമ്മളെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നല്ല വാഹനം കേട്ടോ. 2011 മോഡൽ വരുന്നത്. ഇതിൻ്റെ ഓവറോൾ വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിക്കുള്ളത്. അങ്ങനെ ഓവർ സ്ക്രാച്ചോ കാര്യങ്ങളോ എവിടെയും ഇല്ല കേട്ടോ. നല്ലൊരു വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്ത വാഹനം കേട്ടോ. ഈ ഒരു സൈഡൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയില്ലാത്ത വാഹനം ഉള്ളത്. 2011 മോഡലാട്ടോ. 4 ടയറും ഏകദേശം ഒരു 70% ടയർ ഭാഗമുണ്ട്. ടയർ ഭാഗം കാര്യങ്ങളൊക്കെ കസ്റ്റമർ പുതിയ ചെയ്താണ് ഇപ്പോൾ. അതേപോലെ ഇൻറ്റീരിയറിൻ്റെ സൈഡൊക്കെ നോക്കുമ്പോഴേ ഇൻറ്റീരിയർ സൈഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത വൃത്തിക്കാണ് ഇൻറ്റീരിയർ സൈഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. കുഴപ്പമില്ലാത്ത നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു 11 മോഡൽ വാഹനമൊക്കെ നോക്കുന്നവർ ഈ വാഹനം മിസ് ചെയ്യേണ്ട കേട്ടോ. എൻജിൻ സൈഡ് കാര്യങ്ങൾ വരുന്നത് ഓയിൽ ലീക്കേജ് കാര്യങ്ങളില്ല. മെയിൻ സൈഡൊക്കെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു വൃത്തിക്ക് തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ബോണറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി ബോണറ്റ് തന്നെയാണ്. നമ്മൾ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 1,05,000 രൂപയാണ്. പ്രൈസിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി കൊടുക്കാം കേട്ടോ. അതേപോലെ ഇയോണ് വന്നിട്ടുള്ളത് 2014 മോഡലാട്ടോ. സിംഗിൾ ഓണർഷിപ്പിൽ 80,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഒരു 16-17 വരെയൊക്കെ മൈലേജും കിട്ടും. ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് തുടക്കക്കാർക്ക് ഒരു നല്ല വാഹനം കേട്ടോ. ഈ ആൾട്ടോ 800 ഓൾട്ടോ ഒക്കെ നോക്കുന്ന ആ ഒരു ലെവലിക്ക് ചെറിയൊരു സെഗ്മെൻറ്റിൽ ഒരു സാധാരണക്കാരൻ ഒരു 5 സീറ്റ് എന്നുള്ള ലെവലിൽ കൊണ്ടുനടക്കാൻ പറ്റിയ വാഹനം. അത്
ഇൻറ്റീരിയറിൻ്റെ സൈഡ് നോക്കുമ്പോൾ നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പെട്രോൾ വേരിയൻ്റാണ്, ഡിലൈറ്റ് പ്ലസ് ആട്ടോ. AC പവർ സ്റ്റിയറിങ് അങ്ങനെ ബേസിക് ഓപ്ഷൻസേ ഉണ്ടാവുള്ളൂ. ഇയോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ മെയിൻ്റെനൻസാണ്. അങ്ങനെ മെയിൻ്റെനൻസും കാര്യങ്ങളെല്ലാം കുറവായിരിക്കണം. പിന്നെ പെട്രോൾ വേരിയൻ്റാണ്, തീരെ മെയിൻ്റെനൻസും ഉണ്ടാവില്ല, സൈലൻറ്റ് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ വണ്ടി വരുന്നത്. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ നോക്കുമ്പം ആക്സിഡൻ്റ് ആയിട്ട് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. എല്ലാ സൈഡും നല്ല വൃത്തിക്കാണ്, സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഇയോണ്, നല്ലൊരു 2014 മോഡൽ നോക്കുന്നവർ മിസ് ചെയ്യേണ്ട നല്ല വാഹനം കേട്ടോ. 1,78,000 രൂപ കൊടുക്കുക. ഇൻട്രസ്റ്റ് ആയുള്ളൊരു ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ മതിയെ. ഞാൻ അതേപോലെ ഒരു നാനോ ഓട്ടോമാറ്റിക് കയ്യിലിട്ടോ. പഠിക്കാനും അതേപോലെ അത്യാവശ്യം നല്ല ഓട്ടങ്ങളൊക്കെ ഓട്ടോമാറ്റിക് വാഹനം കുറേ ആൾക്കാർ തപ്പും. എന്നാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ നല്ല മൈലേജും വേണം, അത്യാവശ്യം നല്ല ഓടിച്ച് പഠിക്കാനും ചെറിയ ആവശ്യങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ ഡിക്കി കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു നാനോ ഓട്ടോമാറ്റിക് വാഹനം നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. 2016 മോഡലാണേ, ഓട്ടോമാറ്റിക് വരുന്ന വാഹനമാണ്. അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് XT ആണ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. 2 ഡോർ പവർ വിൻഡോ, കമ്പനി സ്റ്റീരിയോ വരുന്ന വാഹനമാണ്. പിന്നെ ഡിക്കി വരുന്ന ടൈപ്പ് ആട്ടോ വാഹനം. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 18 to 16 വരെ മൈലേജ് കിട്ടും വാഹനത്തിന് കേട്ടോ. ഏത് ചെറിയ ഗ്യാപ്പിലും കൊണ്ടുപോയിക്കാണ്ട് പാർക്ക് ചെയ്യാനും ആർക്കും അനായാസം ഓടിച്ച് പഠിക്കാനും നല്ല കംഫർട്ടുള്ള പവർ സ്റ്റിയറിങ്ങും AC കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം കേട്ടോ ഈ നാനോ ഓട്ടോമാറ്റിക്. അപ്പോൾ നാനോ ഓട്ടോമാറ്റിക് നോക്കുന്ന ഒരു വീഡിയോ മിസ് ചെയ്യേണ്ട. ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വാഹനമാവേ. അതേപോലെ തന്നെ ഇപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ നാനോ മാനുവൽ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. നിസാര പൈസ കൊടുക്കാൻ പറ്റിയ വാഹനമാണിത്. എന്നിട്ടുള്ളത് 2014 മോഡലാണ്. വാഹനം അത്യാവശ്യം കാണാനും കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല. 4 ടയറും അത്യാവശ്യം ടയർ ഭാഗം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു നിസാര പൈസയൊക്കെ നമുക്ക് കൊടുക്കട്ടോ. എക്സ്റ്റീരിയർ സൈഡും കാര്യങ്ങളും കുഴപ്പമില്ല, അങ്ങനെ ഓവർ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ആവറേജ് കണ്ടീഷനുള്ള വാഹനം കേട്ടോ. പക്ഷേ എക്സ്റ്റീരിയർ ഭാഗം കാര്യങ്ങളൊന്നും അങ്ങനെ കുഴപ്പമില്ല. ഇൻറ്റീരിയറിൻ്റെ സൈഡൊക്കെ വരുമ്പോൾ ഇതാണ് ഇൻറ്റീരിയർ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. AC ഉള്ള ടൈപ്പാട്ടോ. ബാക്ക് സൈഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം ഒരു ചെറിയ ബഡ്ജറ്റിൽ അവനാൻ്റെ ആവശ്യങ്ങൾക്കോ അതേപോലെ സെയിൽസിനൊക്കെ കൊണ്ടെടുക്കാനോ ഒക്കെ പറ്റുന്ന വാഹനമാണ്. ടയർ ഭാഗവും കാര്യങ്ങളും ടയർ ഭാഗം അത്യാവശ്യം ഉണ്ട്. ഒരു ചെറിയ പ്രൈസിന് തന്നെ കൊടുക്കട്ടെ ഒരു വാഹനം നമുക്ക് കസ്റ്റമർക്ക്. 35,000 രൂപയ്ക്കാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിലൊരു കോൺടാക്ട് ചെയ്തോളിയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യട്ടെ ഈ വീഡിയോയുടെ കൂടെ.